നമ്മൾ കുടുക്കിലായതുപോലാണേ. ഒട്ടും കുറവില്ലല്ലോ. മറ്റന്നാൾ പരീക്ഷ തുടങ്ങുകയല്ലേ. അമ്മ എനിക്ക് വയ്യ അമ്മേ. ഞാൻ പോയി മരുന്ന് വാങ്ങിക്കൊണ്ട് വരാം. വേണ്ട അമ്മേ, അമ്മ ഇവിടെ ഇരിക്ക്. മോളെ നല്ല പനിയുണ്ട്, ഞാൻ എന്ത് ചെയ്യും? അമ്മേ, ഞങ്ങൾ പോയി ചേച്ചിക്ക് മരുന്ന് വാങ്ങിക്കൊണ്ട് വരാം. അമ്മേ, ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വരാം. ഒത്തിരി ദൂരമൊന്നുമില്ല, പക്ഷേ വളഞ്ഞും തിരിഞ്ഞും ഒക്കെ പോണം. നിങ്ങൾക്ക് വഴി തെറ്റും. ഇല്ല അമ്മേ, അമ്മ വഴി പറഞ്ഞു തന്നാ മതി, ഞങ്ങൾ പോവാ. പനി കുറയുന്നുമില്ല. ഞങ്ങൾ വഴി തെറ്റാതെ പോകാം അമ്മേ. ശരി, അമ്മ വഴി പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് കേട്ടോണം. ഇവിടുന്ന് നേരെ പോകുമ്പോ ഇടത്തോട്ട് ഒരു വഴി കാണാം. ആ വഴി നേരെ പോയി രണ്ടായി തിരിയും. അതിൽ വലത്തോട്ടുള്ള വഴിയിലൂടെ വേണം നിങ്ങൾ പോകാൻ. മനസ്സിലായോ? ശരി അമ്മേ. എന്തോന്ന് ശരി? ഏതാ ഇടത്, ഏതാ വലത്? ഇത് ഇടത്, ഇത് വലത്. എന്തോന്നാ? അല്ല, ഇത് വലത്, ഇത് ഇടത്. ഏതാ ഇടത്? ഇത്. അതെ, ഇതാണ് ഇടത്. ബബ്ലുന്റെ ഇടത് ഏതാ? ഇത്. മിടുക്ക്. അപ്പൊ വലതേതാ? രണ്ടുപേരും കൈ പൊക്കിക്ക്. ഇത്. ഇത്. അപ്പോ വലത്തേക്ക് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് പോ. അപ്പൊ ഇടത്തേക്കാണെങ്കിലോ? അങ്ങോട്ട് പോ. ശരി, ഇനി കേട്ടോ. ആദ്യം നേരെ പോകുമ്പോ ഇടത്തേക്കൊരു വഴിയുണ്ട്. അതിലൂടെ നേരെ പോകുമ്പോ വഴി രണ്ടായി പിരിയും. അതിൽ വലത്തോട്ടുള്ള വഴിയിലൂടെ പോകണം. മനസ്സിലായോ? മനസ്സിലായമേ. ആദ്യം ഇടത്, പിന്നെ വലത്. വലത്തോട്ടുള്ള വഴിയിലൂടെ കുറച്ചു ദൂരം പോകുമ്പോ ആ വഴിയും രണ്ടായി പിരിയും. ഒരു വഴി നേരെ ഒരു കുന്നിലേക്ക് പോകും, മറ്റേ വഴി താഴെ പാടത്തേക്കും. താഴേക്കുള്ള വഴിയിലൂടെയാ നിങ്ങൾ പോകേണ്ടത്. താഴേക്ക് കുറച്ച് നടന്നാ മതി, ആശുപത്രി എത്തി. മനസ്സിലായോ? ആദ്യം ഇടത്, പിന്നെ വലത്, പിന്നെ താഴേക്കുള്ള വഴിയിൽ കൂടെ പോയാൽ ആശുപത്രിയായി. അപ്പോ തിരികെ വരുമ്പോ എങ്ങനെയാ? ഞങ്ങൾ പോയ വഴിയേ വരും. എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ. വണ്ടി വേണ്ട, നടന്നു പോയാ മതി. എടാ ബബ്ലു, ഇനി വലത്തോട്ടോ ഇടത്തോട്ടോ? ഇടത്തോട്ട് തന്നെ. വലത്തോട്ടെന്നല്ലേ അമ്മ പറഞ്ഞത്? ഇടത്തോട്ട് തന്നെ, എനിക്ക് ഉറപ്പാ. വാ ബാനു, നമുക്ക് ഇടത്തോട്ട് പോവാം. നമുക്ക് ആരോടെങ്കിലും ചോദിച്ചാലോ? ദേ അവിടെ ആ വലത്തോട്ട് പോയാ മതി.
പറഞ്ഞില്ലേ വലത്തോട്ടാണെന്ന്. ആദ്യം ഇടത്, പിന്നെ വലത്, പിന്നെ താഴേക്കുള്ള വഴിയിൽ കൂടെ പോയാൽ ആശുപത്രിയായി. എന്താ എന്താ അസുഖം? പനി, ചുമയുണ്ട്. അയ്യോടാ, നിങ്ങളിൽ ആർക്കാ പനി? ചേച്ചിക്കാ അസുഖം. ഓഹോ, അപ്പൊ രോഗി വന്നില്ലേ? സാരില്ല ട്ടോ. ചേച്ചിയോട് ധാരാളം വെള്ളം കുടിക്കാൻ പറയണം. ആവിയും പിടിക്കണം. കുളിക്കണ്ട ട്ടോ. ഈ ഓറഞ്ചും കഴിക്കണം. 2 ദിവസത്തിനകം പനി മാറിയില്ലെങ്കിൽ ചേച്ചിയുമായി വരണം കേട്ടോ. ആ ശരി ഡോക്ടർ. അത് ചേച്ചിക്ക്. ദാ ഇത് നിങ്ങക്ക്. അച്ഛനോട് കുറച്ച് തേൻ വാങ്ങാൻ പറയണം. ആ പറയാം. ചുമ വരുമ്പോൾ ചേച്ചിക്ക് തേൻ കൊടുക്കണം. നിങ്ങൾക്കും കഴിക്കാം കേട്ടോ. ശരി ഡോക്ടർ. ഇത് തന്നെയാ വഴി. ദേ അങ്ങോട്ട് നോക്ക്. ഹായ് തേൻ. ചേച്ചിക്കുള്ള തേൻ കിട്ടി. ഞാൻ കേറിയെടുക്കാം. ബബ്ലു കേറ് കേറ്. പൊട്ടിച്ചോ? പിടിച്ചോ. തേന് പോയി. നമ്മളിനി എന്ത് ചെയ്യും? തേൻ തേൻ തന്നെ. ഹായ്. ഇനി നമുക്ക് പോവാം. വലത്തിടത്തായോ? ഇങ്ങോട്ട് തന്നെ. ഇനി എങ്ങോട്ടാ? ഏയ്, ദേ അച്ഛൻ. എന്താ പേടിച്ചു പോയോ? വഴി തെറ്റിയോന്ന് സംശയം. ഡോക്ടറെ കണ്ടോ? കണ്ടു. ചേച്ചിക്ക് തേൻ കൊടുക്കാൻ പറഞ്ഞു. ഓറഞ്ചും തന്നു. ചേച്ചിയുടെ പനി പോയോ അച്ഛാ? കുറഞ്ഞു. അച്ഛ ഇനി എങ്ങോട്ടാ പോണ്ടേ? നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ നേരെ വന്ന് വലത്തോട്ട് തിരിഞ്ഞു. ഇനി തിരിച്ചു പോകുമ്പോ ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ പോണം. ആ ശരി തന്നെ. ഇനി എങ്ങോട്ടാ? ഇങ്ങോട്ട് വന്നപ്പോ ഇടത്തോട്ടാ തിരിഞ്ഞ്. അപ്പോൾ ഇനി വലത്തോട്ട് വലത്തോട്ട്. മിടുക്കൻ. ഇനി എവിടെ വേണമെങ്കിലും ഞങ്ങൾ പോവൂ അച്ഛാ. അങ്ങനെ വേണം. തീവണ്ടി കൂകിപ്പായും തീവണ്ടി കൂകും തീവണ്ടി കൂകിപ്പായും തീവണ്ടി കൽക്കരി തിന്നും തീവണ്ടി വെള്ളം മോന്തും തീവണ്ടി കൂകും തീവണ്ടി 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 കൂകിപ്പായും തീവണ്ടി 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 കൽക്കരി തിന്നും തീവണ്ടി വെള്ളം മോന്തും തീവണ്ടി കൂകും തീവണ്ടി.
അസമിലെ ഒരു ഗ്രാമത്തിൽ പാവപ്പെട്ട ഒരു കർഷകൻ താമസിച്ചിരുന്നു. ഓ, എന്തൊരു ചൂട്! പുഴയിൽ പോയി കുളിച്ചു വരാം. ഏതായാലും പുഴയിലേക്ക് പോവുകയല്ലേ, കുറച്ച് ഞണ്ടും കൂടി പിടിക്കാം. ചന്തയിൽ കൊണ്ട് വിറ്റാൽ നല്ല വില കിട്ടും. നിറയെ വെള്ളം. ഏതായാലും ആദ്യം ഞണ്ട് പിടിക്കാം, പിന്നീടാവാം കുളി. പക്ഷേ നേരെ ഉച്ചയായിട്ടും കർഷകന് കിട്ടിയതോ വെറും 4 ഞണ്ടുകൾ. കഷ്ടമായി പോയി. ഞാൻ വെറുതെ ബുദ്ധിമുട്ടി. ഇനി ഈ പുഴവക്കൽ കുറച്ചു നേരം കിടക്കാം. ക്ഷീണമൊന്നു മാറട്ടെ, എന്നിട്ടാകാം കുളി. ഇയാള് ഞണ്ട് പിടിക്കാൻ വന്നതാവും. പാവം, ഉറങ്ങിപ്പോയി. ഏതായാലും കൂടയിലെ ഞണ്ടുകളൊക്കെ രക്ഷപ്പെടും. നമുക്ക് ഇയാളെ സഹായിച്ചാലോ? ഈ കൂട നിറച്ചും ഞണ്ട് പിടിച്ചു കൊടുക്കാം. ശരി. ഇനി ഇയാളെ വിളിച്ചുണർത്താം. അയ്യോ, ഇയാൾ മരിച്ചുപോയെന്ന് തോന്നുന്നു. കഷ്ടം തന്നെ. നമുക്കിനി ഇയാളുടെ ശരീരം വീട്ടിലെത്തിക്കാം. ഇനി നമുക്ക് പോകാം. ഗ്രാമീണര് വന്ന് ഇയാളെ കൊണ്ടുപോയിക്കോളൂ. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? എന്റെ കൂടെ എവിടെ? എന്ത് അത്ഭുതം! കൂടെ നിറച്ചും ഞണ്ടോ! ഇത് ജലദേവതയുടെ കടാക്ഷം തന്നെ. കർഷകന് വന്ന സൗഭാഗ്യം നാട്ടിൽ പാട്ടായി. സന്ധ്യയായപ്പോൾ അത്യാഗ്രഹിയായ മറ്റൊരു നാട്ടുകാരൻ അയാളെ കാണാനെത്തി. വരണം ചങ്ങാതി, എന്തുണ്ട് വിശേഷം? സുഹൃത്തെ, എങ്ങനെയാ ജലദേവതയുടെ കടാക്ഷം കിട്ടിയത്? എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരൂ. കർഷകൻ അപ്പോൾ തനിക്കുണ്ടായ അനുഭവം സുഹൃത്തിനോട് പറഞ്ഞു. അപ്പൊ അതാണ് കാര്യം. പിറ്റേ ദിവസം അയാൾ കൂടയുമായി വന്ന് പുഴവക്കിലെ മരത്തണലിൽ കിടപ്പായി. കുറച്ചു കഴിഞ്ഞപ്പോൾ കുരങ്ങന്മാർ വന്നു. അവർ കൂട നിറച്ചും ഞണ്ട് പിടിച്ചു.
കഷ്ടം തന്നെ. ഇയാളും മരിച്ചോന്ന് തോന്നുന്നു. കുരങ്ങന്മാർ അയാളെയും ചുമലിലേറ്റി ഗ്രാമത്തിലേക്ക് നടന്നു. ഈ മനുഷ്യന് നല്ല ഭാരമുണ്ട്. അതെ അതെ, കുന്നു കയറുമ്പോ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അയാൾ താഴെ കുഴിയിലേക്ക് വീഴും. അയ്യോ, അബദ്ധമായോ? ഏതായാലും കണ്ണു തുറന്നു കിടക്കാം. ഓ, എന്റെ കൈ വേദനിക്കുന്നു. എനിക്കിനി ചുമക്കാൻ വയ്യ. അയ്യോ, എന്റെ കാൽ വഴുതുന്നത് പോലെ. ചതിച്ചോ? അയ്യോ, സൂക്ഷിക്കണേ. കാല് വഴുതിയാൽ ഞാൻ കുഴിയിലേക്ക് വീഴും. അയ്യോ, തനനനനേന തനനേ തനനനനേന തനനനനേന തനനേ തനനനനേന തനനനനേന തനനേ തനനനനേന തനനനനേന തനനേ തനനനനേന. ബാലും ബബലും വന്നല്ലോ, കൂടുകളുത്തിരിയുണ്ടല്ലോ, കളിയായി നാം ഇവയെല്ലാം കൊതിയോടെല്ലാം തിന്നിടാം. ബാലും ബബലും വന്നല്ലോ, കൂടുകളുത്തിരിയുണ്ടല്ലോ, കളിയായി നാം ഇവയെല്ലാം കൊതിയോടെല്ലാം തിന്നിടാം. കൂടുപെറുക്കാൻ കൂടുന്നു, ബാലും ബബലും കൂടുണ്ട്. കൂടുപെറുക്കാൻ കൂടുന്നു, ബാലും ബബലും കൂടുണ്ട്. കൂടുകളെല്ലാം കൂട്ടത്തിൽ കളിയും ചിരിയും കൂടുണ്ട്. കൂടുകളെല്ലാം കൂട്ടത്തിൽ കളിയും ചിരിയും കൂടുണ്ട്. ബാലും ബബലും വന്നല്ലോ, കൂടുകളുത്തിരിയുണ്ടല്ലോ, കളിയായി നാം ഇവയെല്ലാം കൊതിയോടെല്ലാം തിന്നിടാം. ഒന്നേ രണ്ടേ മൂന്നെണ്ണം, നാലേ അഞ്ചേ ആറെണ്ണം. ഒന്നേ രണ്ടേ മൂന്നെണ്ണം, നാലേ അഞ്ചേ ആറെണ്ണം. ഏഴ് എട്ട് ഇനി എത്ര എണ്ണാനോട്ട് പഠിക്കണം. ഒന്നേ രണ്ടേ മൂന്നെണ്ണം, നാലേ അഞ്ചേ ആറെണ്ണം. ഏഴ് എട്ട് ഇനി എത്ര എണ്ണാനോട്ട് പഠിക്കണം. ബാലും ബബലും വന്നല്ലോ, കൂടുകളുത്തിരിയുണ്ടല്ലോ, കളിയായി നാം ഇവയെല്ലാം കൊതിയോടെല്ലാം തിന്നിടാം. തനനനനേന തനനേ തനനനനേന തനനനനേന തനനേ തനനനനേന തനനനനേന തനനേ തനനനനേന തനനനനേന തനനേ തനനനനേന. ബാലും ബബലും ചൊല്ലാമോ, എന്നാലൊരു പഠിപ്പിക്കും. ബാലും ബബലും ചൊല്ലാമോ, എന്നാലൊരു പഠിപ്പിക്കും. ആദ്യം ഞങ്ങളുടെ പൊന്നമ്മ, പിന്നെ ചക്കരം വിളച്ചൻ. ആദ്യം ഞങ്ങളുടെ പൊന്നമ്മ, പിന്നെ ചക്കരം വിളച്ചൻ.
പാട്ട് പാടുന്നത്? നല്ല രസമുണ്ട്. കൂ കൂ. നിന്റെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ നിന്റെ പേര്? കുയിൽ. കണ്ടിട്ട് കാക്കയെ പോലെ ഉണ്ടല്ലോ, പക്ഷെ കണ്ണിന് മാത്രം ചുവപ്പ് നിറം. ഇതാണ് എന്റെ ഇണക്കിളി പുള്ളിക്കുയിൽ. എനിക്കിപ്പോ 2 ചങ്ങാതിമാരെ കൂടി കിട്ടി. എനിക്ക് സന്തോഷായി. അപ്പൊ എവിടെയാ നിങ്ങളുടെ കൂട്? എനിക്ക് കാട്ടിത്തരാമോ? കൂടല്ലേ, അത് ഞാൻ കാട്ടിത്തരാം. പിന്നൊരിക്കലാവട്ടെ. ഇപ്പോ ഞങ്ങൾക്ക് തീറ്റ തേടി പോകണം. നമുക്ക് നാളെ കാണാം. ശരി. ചങ്ങാതി, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ ചങ്ങാതി. നിങ്ങൾ എന്തിനാണ് എന്റെ ചങ്ങാതിയെ വളഞ്ഞു വെച്ചിരിക്കുന്നത്? അവനെ വിടൂ, അവനൊരു പാവമാണ്. പാവമോ? കൊള്ളാം കൊള്ളാം. ഇവൻ ഞങ്ങളുടെ കൂടിനടുത്ത് വന്നിരുന്ന് ബഹളം വെച്ചു. ഇവൻ അങ്ങനെ വിട്ടാ പറ്റില്ല. ഇല്ല, ഞാനൊന്നും ചെയ്തില്ല. മരക്കൊമ്പത്തിരുന്ന് പാട്ട് പാടുമ്പോ ഇവരെന്നെ കൊത്തി ഓടിച്ചു. അവൻ നിങ്ങളെ ഉപദ്രവിച്ചില്ലല്ലോ, അവനെ വെറുതെ വിടൂ. പൂപ്പി വന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. വളരെ നന്ദിയുണ്ട്. നീ ആ കാക്കകളുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചു. അതാ പുള്ളിക്കുയിൽ, വിടരുതവളെ. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. അയ്യോ, ചതിച്ചോ പൂപ്പി? അത് പുള്ളിക്കുയിലാണ്. കാക്കകൾ അവളെ ഓടിക്കുകയാണ്. ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. ഏയ് പുള്ളിക്കുയിലേ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അയ്യോ, രക്ഷിക്കണേ. പൂപ്പി, നിന്റെ ചങ്ങാതിമാർ പാവങ്ങളാണെന്നല്ലേ നീ പറഞ്ഞത്? ചോദിച്ചു നോക്ക്, ഇവൾ എന്താ ചെയ്തേന്ന്. എന്താണ് ഉണ്ടായത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവൾ, ഈ പുള്ളിക്കുയിൽ ഞങ്ങളുടെ കൂട്ടിൽ മുട്ടയിട്ടു. ആണോ? എന്തിനാ നീ അത് ചെയ്തത്? എന്നെ വിശ്വസിക്കൂ, ഞാൻ ആ കൂട്ടിൽ മുട്ട ഇട്ടിട്ടില്ല. ഞാൻ കാക്കച്ചിയുടെ കൂടിനടുത്തേക്ക് വെറുതെ ഒന്ന് പോയി. അപ്പോഴെല്ലാരും കൂടി എന്നെ കൊത്തി ഓടിച്ചു. കള്ളം പറയുന്നോ? എന്റെ കൂട്ടിൽ കണ്ട മുട്ടകൾ പിന്നെ ആരുടേതാ? അത് കാക്കച്ചിയുടെ മുട്ടകൾ തന്നെയാ. അല്ല അല്ല അല്ല. നിങ്ങൾ ഇങ്ങനെ വഴക്കിടണ്ട, നമുക്ക് ഈ തർക്കം തീർക്കാം. നമുക്ക് കോഴിയമ്മയുടെ അടുത്ത് പോയാലോ? എന്താ വേണ്ടതെന്ന് കോഴിയമ്മയോട് ചോദിക്കാം. കാക്കച്ചിയുടെ കൂട്ടിൽ പുള്ളിക്കുയിൽ മുട്ടയിടുന്നത് ആരാണ് കണ്ടത്? അവൾ എന്റെ കൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു. കാക്കച്ചി പറയുന്നത് സത്യമാണോ? എന്താ, നിങ്ങൾക്ക് കൂടില്ലേ? കൂടൂല, ഒരു മണ്ണാങ്കട്ടയുമില്ല. ക്ഷമിക്കൂ, കോഴിയമ്മ ചോദിക്കട്ടെ. ഞങ്ങൾ കുയിലുകൾക്ക് കൂടുകൂട്ടി ശീലമില്ല. മുട്ടയിടാൻ സമയമാകുമ്പോ പുള്ളിക്കുയിലിനെയും കൂട്ടി ഞാൻ കാക്കയുടെ കൂടിനടുത്തേക്ക് പോകും. ഞാൻ പറഞ്ഞില്ലേ? കൂടില്ലാത്തോണ്ടല്ലേ? ഞങ്ങൾ ആൺകുയിലുകൾ ശബ്ദം ഉണ്ടാക്കി കാക്കകളുടെ ശ്രദ്ധ തിരിക്കും. അപ്പോഴേക്കും പുള്ളിക്കുയിൽ കാക്കയുടെ കൂട്ടിൽ മുട്ടയിടും. അപ്പൊ നീ കാക്കച്ചിയുടെ കൂട്ടിൽ മുട്ടയിട്ടത് സത്യമാണല്ലേ? അമ്പടി കള്ളി, ആ മുട്ടകൾ ഇപ്പോൾ എടുത്തു മാറ്റണം. ഇപ്പൊ വേണം. അയ്യോ, എന്റെ മുട്ടകൾ, എന്റെ കുഞ്ഞുങ്ങൾ. എനിക്കൊരു കൂടുണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ചെയ്യില്ലായിരുന്നു. കാക്കച്ചി, മുട്ടകൾക്കുള്ളിൽ കുഞ്ഞുങ്ങളാണ്. അവർ വിരിഞ്ഞു പുറത്തു വരുമ്പോ കാക്കയെയോ കുയിലിനെയോ അല്ല തിരയുന്നത്, അമ്മയെയാണ്. പക്ഷെ കോഴിയമ്മേ, കുഞ്ഞുങ്ങൾ എന്നും കുഞ്ഞുങ്ങളാണ്. അവർക്കറിയാത്ത കാര്യത്തിന് നമ്മൾ അമ്മമാർ അവരെ ശിക്ഷിക്കരുത്. എന്നോട് ക്ഷമിക്കൂ. നിന്റെ മുട്ടകളെ ഞാൻ സൂക്ഷിച്ചോളാം.
നിന്റെ കുഞ്ഞുങ്ങളെ എന്റെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ ഞാൻ വളർത്തിക്കൊള്ളാം. വിഷമിക്കണ്ട. ഹോ, എനിക്ക് സമാധാനമായി. എനിക്കും